സീപ്പേളിലാണ് താമസം. കൊല്ലം ടൗണിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നല്ല താമസമായിരുന്നു. അതുപോലെ തന്നെ റീസണബിൾ റേറ്റുമാണ്. ടൗണിൽ തന്നെ നമുക്ക് എവിടെയും എപ്പോഴും പോയി വരാനുള്ള ആക്സസ്സും എല്ലാം എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഷൂട്ടിന് വന്നപ്പോഴും എനിക്ക് പകലുള്ള ഷൂട്ടിൻ്റെ സമയത്ത് ഇറങ്ങുമ്പോഴും ഇവിടെ വന്ന് രാത്രിയിൽ വരുമ്പോൾ എല്ലാം വളരെ പാർക്കിംഗ് സൗകര്യം എല്ലാം സൗകര്യമായിരുന്നു. എന്നുവെച്ചാൽ ഈസി ആക്സസ്, ഈസി മൂവ്മെൻറ്റ്. ഇവിടുന്ന് ഓരോ ഭാഗത്തേക്കും മൂവ് ചെയ്യാനുള്ള എളുപ്പമുള്ള ഒരു എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, അതല്ല മറ്റുള്ള ടൗണിലുള്ള മറ്റുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, ഓരോ ഭാഗത്തേക്കും ഇപ്പോൾ തിരുവനന്തപുരം റോഡ് അല്ലെങ്കിൽ ഹൈവേ എന്നുള്ള വരവ്, ഇതൊക്കെ നല്ല എളുപ്പമായിരുന്നു. നല്ല സ്റ്റേ പ്രൊവൈഡ് ചെയ്ത സീപ്പുകളിൽ എന്താ പറയുക, നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റീസണബിൾ റേറ്റുമാണ്. അപ്പോൾ നമ്മൾ ഓരോരാൾ കൊല്ലത്ത് വരുമ്പോൾ ഈസി ആയിട്ട് താമസിക്കാനും അതുപോലെ തന്നെ റീസണബിളായിട്ട് താമസിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ സീപ്പുകൾ. അപ്പോൾ ആരും മറക്കണ്ട. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലെ ഫുഡായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബാക്കിയുള്ള എപ്പിസോഡിലേക്ക് പോവാം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ കൊല്ലത്ത് റാവിസിൽ ഓൾമോസ്റ്റ് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഷെഫ് പിള്ളേനെ ഇപ്പം മീറ്റ് ചെയ്യും. വണ്ടിയൊക്കെ വെച്ചിട്ട് മൂപ്പര് അവിടെ ഉണ്ട്. ഞാൻ വിളിച്ചിരുന്നു ഇപ്പം. അപ്പോൾ ഇവിടെ ലോബിയിൽ എത്തിയിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് കാണാം. ഹായ്, ഞാനുള്ളത് കൊല്ലത്ത് റാവിസിലാണ്. റാവിസിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ആരുടെ കൂടെയാണ് ഉള്ളതെന്നുള്ളത്. നമ്മുടെ സ്വന്തം ഷെഫ് സുരേഷ് പിള്ളയുടെ കൂടെയുള്ള. അപ്പോൾ ഇന്നത്തെ ലഞ്ചും ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ആംബിയൻസിൽ ഇവിടുന്ന് ഷെഫിൻ്റെ പിന്നെ ഏറ്റവും ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ ഇത്രയും 200 ചില്ലറ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരേ ഒരാളെ റെസിപ്പിയെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. അത് നമ്മളെ ഷെഫ് സുരേഷ് പിള്ളയുടെയാണ്. അത് നിർവാണയാണ്. അപ്പോൾ പോംഫ്രറ്റ് നിർമ്മാണ അതാണ്. അപ്പോൾ ആ സാധനം നമുക്കിപ്പോൾ ഇവിടുന്ന് ലഞ്ചിന് കഴിക്കാം. നേരിട്ട് തന്നെ മൂപ്പരെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം നേരിട്ട് തന്നെ കഴിക്കാം. ആ ഒരു ഭാഗ്യം കിട്ടിയല്ല. ഇതിനൊക്കെ നമുക്ക് പിന്നെ ലഞ്ചിൻ്റെ പാർട്ടിയിലേക്ക് പോകാം അല്ലേ. കേരളീയം, ഇതിനകത്തുള്ള റെസ്റ്റോറൻറ്റ് പേര്. നമുക്ക് കേരളീയത്തിലേക്ക് കയറാം. അവിടെ എല്ലാം റെഡിയാണ്. അപ്പോൾ വാ. അപ്പോൾ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ പ്രോൺസും ഗാർലിക്കും കൂടെ തവാ ഗ്രില്ല് ചെയ്ത് എടുത്താണ്. തവാ ഗ്രില്ലിനെ തോന്നാം, തവാ ഗ്രില്ല്. ഓക്കെ, ഇതാ ഇട്ടരാം. ഇട്ടരാം ഇട്ടരാം. ഞാനെന്തായാലും മീറ്റ് മാത്രം ഒന്നും എടുത്തിട്ട് ഏതാ ഇതിന് റിവ്യൂ പറയേണ്ടതൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ഇത് ഫുഡായാലും നമ്മളെ റിവ്യൂ പറയേണ്ടതില്ല. എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് വലിയ ഇമ്പോർട്ടൻറ്റ്. ചൂട് എമ്മിയല്ലേ. എന്താ പ്രോൺസിൻ്റെ നല്ല ഫ്ലേവറും ആ ഗാർലിക്ക് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുള്ള അടിപൊളി. തന്നെ എടുത്ത ഷെഫ് നമ്മളോട് ഇരിക്കുക. അടിപൊളി. ഇത് കിട്ടൽ ഭയങ്കര ലെക്കാണ്. ആടാ, ഇത് സാധനം ഇതാ. നമ്മുടെ ചിലപ്പോൾ ഷെഫിൻ്റെ പേര് നിർവാണ അത്രയ്ക്ക് ഇടും. ഷെഫ് ഇടും. വാ അടിപൊളി. ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ഷെഫില്ല പക്ഷേ ഇത് തന്നെ ഞാനിങ്ങനെ പറയും. നമ്മൾ റിവ്യൂ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ. സന്തോഷം, നിങ്ങൾ അവിടുന്ന് ഇത്രയും ദൂരം ട്രിപ്പ് കേരളം മുഴുവൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലയിലെ രുചി വിശേഷങ്ങൾ തിരക്കുകയും അത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരുമായിട്ട് അല്ല ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അല്ല ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു ഉദ്യമം. നമ്മുടെയൊക്കെ സ്വപ്നമാണ് ഇതൊക്കെ. നമുക്കൊന്നും നടക്കുന്നില്ല. ഈ ഒരു എഫർട്ട് ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് സേഫായിട്ട് ചെയ്യാൻ പോകുന്ന എഫർട്ടിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അടിപൊളി. തീർച്ചയായിട്ടും കഴിക്കാം, സംസാരിക്കാം. എന്തായാലും എനിക്ക് കിട്ടിയ ഗോൾഡൻ ലെക്കാണ് ഇത്. കൈകൊണ്ട് ഇടയ്ക്ക് കിട്ടാന്ന് പറയുന്നത്. ക്രിസ് ഗെയിലൊക്കെ കൊടുത്ത സാധന. ക്രിസ് ഗെയിലും രോഹിത് ശർമ്മയും ശീഖർ ധവാനൊക്കെ കഴിച്ച അവരുടെ ഏറ്റവും ഫാൻ ആയിട്ടല്ല. റാവിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഷെഫ് സുരേഷ് പിള്ളി പിന്നെ ഇതുമാണ്.
അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഇത് ഭയങ്കരമായ ഒരു നല്ലൊരു മെസ്സേജാണ്. അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് മലബാർ ഭക്ഷണം, അല്ലെങ്കിൽ ട്രാവൻകൂർ ഭക്ഷണം, അല്ലെങ്കിൽ സിറിയൻ കാത്തലിക്, അല്ലെങ്കിൽ കൊച്ചിൻ. അപ്പോൾ ഇതെല്ലാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗ്രാമങ്ങളിലൊക്കെ വേറെ ആരും അറിയാത്ത നൂറുകണക്കിന് ഭക്ഷണ രീതികളുണ്ട്. ഓരോ പഞ്ചായത്തിന് ഓരോ രുചിയാണ്, ചില ഭാഗങ്ങളിൽ ഓരോ വീടിന് ഓരോ രുചിയാണ്. ഒരു ഭാഗത്ത് കിട്ടുന്ന മീൻകറി തൊട്ടടുത്ത വീട്ടിലെ മീൻകറിയായിട്ട് മാറ്റമാണ്, ഒരേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് കൂടി. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി, അവിടുന്ന് എനിക്ക് ബീഫ് പൊരിയൽ തന്നു. അപ്പൊ പൊരിയലിന്റെ കൂടെ ഞാൻ ആദ്യം കണ്ടപ്പം വിചാരിച്ചു പിന്നെ നമ്മുടെ മീൻ ഇതാണെന്ന്, ഫിഷ് മോളിയാണെന്ന്. അപ്പൊ ഫിഷ് സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കറി. അതെ, ഫിഷ് സൂപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ കൊല്ലത്തെ അത് ഫിഷർമെൻസ് ആണ്. ശരിക്കും ഫ്രഷ് ഫിഷ്, ചെറിയ മത്സ്യം ഒഴിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറി. ഭയങ്കര രസമാണ്. സാധാരണ രാത്രി 10 മണിക്കൊക്കെയാണ് ഉണ്ടാക്കുക. അതുപോലെ ബീഫ് തോരനും കൊല്ലത്തെ ഒരു ഡെലിക്കേസിയാണ്. ബീഫ് തോരൻ അതുകൊണ്ട് നല്ല 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 അടിപൊളിയായിരുന്നു സാധനം. എന്നുവെച്ചാൽ ഓരോ ട്രഡീഷണൽ, ഓരോ സ്റ്റൈലിൽ ഓരോന്ന് കിട്ടുന്ന നല്ലൊരു ട്രഡീഷണൽ ഡിഷസ് ഒക്കെയാണ്. എന്നുവെച്ചാൽ ആ വീട്ടിൽ നിന്ന് തന്നെ പിന്നെയും ഞണ്ടിൻ്റെത്, അങ്ങനെ സീ ഫുഡിൻ്റെ ഒരു കലവറ എന്നുള്ളതിലൊക്കെയുള്ള ഇതായിരുന്നു. അപ്പോൾ ഒരു 4 പ്ലേറ്റ് എടുക്കണം. ഇത് അപ്പം കൂട്ടിയിട്ട് കഴിക്കല്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിർവ്വാണയും അപ്പവും ആണ്. ഞാനെന്തായാലും പിന്നെ അപ്പം എടുത്തിടുന്നുണ്ട്. നല്ല ക്രിസ്പി, നല്ല ക്രിസ്പി ആയിട്ടോ, സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്. ഇത് പിന്നെ കിങ് ഫിഷിലാണ് അല്ലേ? കിങ് ഫിഷിന് ഇവിടെ നെയ്മീൻ എന്നാ പറയുന്നത്. മലബാറിലത് ഐക്കൂറ. അത് നെയ്മീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള, കാരണം അത് ഇതിന്റെ ഒരു സൈസ് ഉണ്ട് ഏറ്റവും രുചികരമായിട്ട്. 8 മുതൽ 10 കിലോയ്ക്കുള്ളിലുള്ള ആ സൈസാണ് ഏറ്റവും നല്ലത് അല്ലേ? ആ ഒരു ഫ്ലഷിന്റെ ടേസ്റ്റും ആ സൈസിലുള്ള മീനാണ്. അപ്പൊ ഇത് അത് തന്നെയാണ് ഇതിനു വേണ്ടി മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ആ കറക്റ്റ് സെന്റർ കട്ട് എന്ന് പറയുന്നത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീന്റെ വാലിന്റെ ഒരു പകുതി മേലെയും വയറിന്റെ ഒരു പകുതി, ആ ഒരു എക്സാക്ട് അവിടെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഷ്. പുതിയ അറിവാണ് എന്തായാലും. അപ്പൊ നിങ്ങൾ കഴിക്കുക, നമുക്ക് കാണാം. ഷെഫും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചൈനീസ് ഡിഷും കൂടെ ഉണ്ട്, ഡ്രാഗൺ ചിക്കനും കൂടെ ഉണ്ട്. അത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടാണ്. ഞാൻ അപ്പവും പിന്നെ നിർവ്വാണയും കൂടെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. ഇതാ സാധനമൊന്നും, ഇതാ നെയ്മീൻ, നമ്മളവിടെ ആക്കൂറ എന്ന് പറയുന്ന സാധനം. ഓ, ആ കളർ കണ്ടില്ല, തേങ്ങാപ്പാലിൻ്റെയും ഇതൊക്കെ. അത് അബ്ബയുടെ സൈഡിൽ വയ്ക്കുന്നുണ്ടേ. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഷെഫ് പറഞ്ഞ അതേ മീനും പിന്നെ ഇതാ. എനിക്ക് ശരിക്കും ഇതിൽ ഒഴിക്കാൻ വലിയ താല്പര്യമില്ലാതെ അതിൽ തന്നെ മുക്കിയിട്ട് തിന്നാനാണ് താല്പര്യം. മീനിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പറഞ്ഞത് വളരെ കറക്റ്റ് കേട്ടോ. ഓ, ഇപ്പം മോന് കൊടുക്കുമ്പം ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു, അടിപൊളി. ഓ, ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്. എമ്മി അല്ലേ? അനോഷിന് ഇവിടെ വേറെ തന്നെ സൈഡിൽ കറി വെച്ച് കൊടുക്കിയതിൽ ക്ലാസ്. അപ്പത്തിൻ്റെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ, വേറെ ഒന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുപ്പര ബെസ്റ്റ് കോമ്പിനേഷനാണ് ചെയ്ത. ഇത് ഗൈൽ 5 ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ലഞ്ചിന് 1 ഓർഡർ ചെയ്തു, പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് 5. അതേപോലെ എനിക്കും ഇപ്പോൾ പറയേണ്ടി വരുമെന്ന് തോന്നുന്നത്. എന്തായാലും ഇത് ഇരുന്ന് കഴിക്കട്ടെ. വൈഫിനും അവിടെ നിന്ന് ഇങ്ങനെ ഇതായിട്ടുണ്ട്. അങ്കിളുണ്ട്. അങ്കിളിന് വിളിക്കുന്ന ഷെഫിനെയാണ്. ഓക്കെ അപ്പോൾ ഓക്കെ, നമുക്കിത് കഴിക്കട്ടെ, എല്ലാവരും കൂടി ഇത് കഴിക്കട്ടെ. ഷെഫിൻ്റെ കൂടെയുള്ള ആ ഫുഡൊക്കെ കഴിച്ച് ഇതാ കായൽ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, എനിക്കിതൊരു ഒഫീഷ്യലായിട്ട് പറയലൊന്നല്ല, എന്താ പറയുക, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ് അത്. ഇപ്പോഴും നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്തും ഓരോ ഗസ്റ്റ് വന്നിട്ട് ആവശ്യപ്പെടുന്നത്, നിങ്ങളെ കാനഡയിലെ ഫാനാണ്, നിങ്ങൾ ഇവിടുത്തെ ഫാനാണ്. അപ്പോൾ എല്ലാവരുടെയും നിർവ്വാണയിലേക്കാണ് പോകുന്നത്. എൻഡ് ഓഫ് ദ ടോക്ക് ലാസ്റ്റ് വരുന്നത് നിർവ്വാണ കിട്ടണം എന്നുള്ള ഇറക്കാതെ. ആ ഒരു ഇത് എന്താ പറയുക, ഷെഫ് എങ്ങനെയാണ് ആ ഒരു പിന്നെ എത്ര വർഷമായി ഈ ഒരു സെക്ടർ? 26ാമത്തെ വർഷമാണ് അല്ലേ? അപ്പൊ കൊല്ലത്ത് തന്നെയാണ് ഫസ്റ്റ് തുടക്കം. രാജ്യങ്ങളൊക്കെ കുറെ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ പറ്റി, കുറെ ഭക്ഷണങ്ങളും ഭക്ഷണം ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതെ. അതിന്റെ കെമിസ്ട്രി വേറെ തന്നെയാണ് ഭക്ഷണത്തിന്റെ. നമ്മള് അതിലൊരു പാഷൻ കിട്ടുന്ന, ആ പാഷൻ തേടി പോവാന്നുള്ള. ഞാനും അങ്ങനെ ഷെഫിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ വല്ല ഇറങ്ങി വന്നതാണ്.
അപ്പോൾ ഈ മാസ്റ്റർ ഷെഫിലൊക്കെ മാസ്റ്റർ ലണ്ടനിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് അവസരം കിട്ടിയത് ഭയങ്കര ജീവിതത്തിലേക്ക് മാറ്റി മറിച്ചു. അതാ അവിടെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ മാസ്റ്റർ ഷെഫിലുള്ള ഇത് നമ്മൾ അതിൻ്റെ ഇതിന്ന് എന്താ പറയുക, ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഷെഫിനെ കുറിച്ച് പ്രത്യേകം കേരളീയരോട് പറയേണ്ടിയില്ല. കേരളത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു ഷെഫ് എന്നുള്ള ആൾക്കാണ്. അപ്പോൾ അവിടുന്ന് എനിക്കൊരു ഫുഡ് മൂപ്പരെ കൈ കൊണ്ട് തന്നെ കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഈ ഷെഫ് ഓൺ റോഡ്, ഞാൻ ഈ യാത്രക്കിട്ട പേര് ഷെഫ് ഓൺ റോഡ് എന്നാണ്. ഷെഫ് ഓൺ റോഡ് വിളിക്കൂ വരൂ കഴിച്ചോളി എന്നുവെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബറിനോട് നിങ്ങൾ വിളിക്കൂ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം, എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ കഴിച്ചോളി എന്നുള്ള ആ ഒരു തീമിലാണ് എൻ്റെ ഇത് യാത്ര തുടങ്ങിയത്. അപ്പോൾ ആ ഒരു യാത്രയിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, എൻ്റെ അങ്ങനെ പുറപ്പെടുമേ ഒരു എയിം ഉണ്ടായിരുന്നു. ഡേറ്റ് കിട്ടോ മൂപ്പര് ലണ്ടനിൽ പോകാൻ നിന്നതാ അല്ലെ, യുകെയിലേക്ക് പോകാൻ നിന്നതാണ്. അപ്പൊ ഇപ്പോഴും ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ എങ്ങനെ പിന്നെ ഓൾ ഓവർ എനിക്ക് എന്നോടത്ത് ഞാൻ പറഞ്ഞില്ലേ 5 എണ്ണം നിങ്ങൾ പിന്നെ ക്രിസ് ഗെയിൽ ഓർഡർ ചെയ്ത് ഒറ്റ ടൈമിൽ ഓർഡർ ചെയ്ത് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഓർഡർ ചെയ്യും, അത്രയും ക്ലാസ് സാധനമാണ്. പിന്നെ ഓരോ ഡിഷും പിന്നെ നമുക്ക് ഒരു ഇതിൻ്റെ മുകളിൽ തന്നെ കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖം എന്തായാലും. എങ്ങനെയാണ് നിർവാണയുടെ അനുഭവം? നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നിർവാണ, ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഒരു തവണ കഴിച്ചു. ഇത് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയാണ്. ഇതൊരു എന്താ പറയുക, ഒരു ഇതിനപ്പുറത്ത് വേറെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ സംഭവത്തിനേക്കാളും എത്രയോ ടോപ്പിലാണ് ഈ സാധനം. ആ ഒരു ക്രീമി ടെക്സ്ചറും ആ ലാസ്റ്റ് ഇടുന്ന പെപ്പറിന് വരെ അതിൻ്റെ ആ ഒരു എലമെന്റ്സ് അതിൻ്റെ റിസൾട്ടിലുണ്ട്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആ ചെറുങ്ങനെ തേങ്ങപ്പാലിൻ്റെ മധുരത്തോടു കൂടി ഈ പെപ്പർ കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ്. ഷെഫ് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുവെച്ചാൽ നമ്മൾ സിംഗിൾ ഡിഷ് കുക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു, കാരണം അതിന്റെ ഏറ്റവും പ്രത്യേകത ആ പോർഷന്റെ ഈൽഡിനകത്ത് ഫിഷിന്റെ ജ്യൂസ് കറക്റ്റ് ആയിട്ട് വരികയാണ്. സിംഗിൾ പോർഷനകത്ത് കിട്ടുമ്പോൾ ഉള്ള ആ പെർഫെക്ഷൻ, ഫിഷിന്റെ ഫ്ലേവറും ആ സോസുമായിട്ട് ഒരു ബ്ലെൻഡ് ഉണ്ട്. ആ ഒരു കണക്ഷൻ ആണ് സാധാരണ നമ്മൾ കറികളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് ആ മീനും അല്ലെങ്കിൽ ആ ഗ്രേവിയും തമ്മിലുള്ള ഒരു അളവ് വ്യത്യാസം വരുന്നതനുസരിച്ച് ആ മീനിന്റെ ജ്യൂസ് വരും. ഇത് കൃത്യം ആ ഒരു പോർഷൻ മാത്രമായിട്ട് ഇൻഡിവിജ്വലി ചെയ്യുന്നത് കൊണ്ടുള്ള ഇത് ഷെഫിന്റെ ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ. ഷെഫിന്റെ അല്ലെ ആ ഒരു ടിപ്പും കൂടി നമ്മളെ പ്രേക്ഷകർ അതായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കുക്ക് ചെയ്യുന്നതിന് കൂടുതൽ ക്വാണ്ടിറ്റി കുക്ക് ചെയ്യുന്ന രണ്ടിന്റെ ഡിഫറൻസ് വ്യത്യാസം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ആ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫിഷ്, പ്രത്യേകിച്ച് മീൻ കറി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ 1 കിലോ മീനെടുത്ത് ആ 1 കിലോ മീനിനകത്ത് 2 ലിറ്റർ സോസാണ് കൃത്യമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 3 ലിറ്ററൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മീനിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള സ്വാഭാവികമായ ഗുണങ്ങൾ ആ സോസുമായിട്ട് ചേരത്തില്ല. നിർവാണ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഒരു പോർഷനാണ്. അപ്പോൾ ആ ഒരു മീൻ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് അതിന്റെ മീനിന്റെ നീര് കൃത്യമായിട്ട് ചാറിലേക്ക് എത്തും. ആ ചാറ് കറക്റ്റ് ആയിട്ട് കുറുകി വരുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ടെക്സ്ചറും എല്ലാമായിട്ട്. അപ്പോൾ എന്താ പറയാ, ഈ എൻ്റെ പ്രേക്ഷകർക്ക് പിന്നെ ഷെഫിന്റെ അടുത്ത് നിന്നുള്ള ഒരു ടിപ്പ് കിട്ടാന്ന് അറിയുന്നത് തന്നെ ഞാൻ അതിനൊരു വഴിയെന്നേ ഉള്ളൂ. അതുകൂടാണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ സമയത്ത് ആളുകളൊക്കെ യാത്ര ചെയ്യാൻ മടിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളുള്ളൊരു സമയം, ഈ ഒരു പാൻഡമിക് എല്ലാവരുടെയും ലൈഫിൽ ചെലുത്തിയൊരു സമയത്ത് കുടുംബമായിട്ട് കേരളത്തിൻ്റെ രുചികൾ ലോകം മുഴുവൻ എത്തിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓരോ ജില്ലയിലും വ്യത്യാസം. നമ്മളെല്ലാവരും അവരവരുടെ ജില്ല ഏറ്റവും മികച്ചതെന്ന് പറയാനാണ് ആഗ്രഹം. ശരിക്കും ഭക്ഷണത്തിന് ഇപ്പം മലബാറുകാർക്ക് ഒരിക്കലും വേറൊരു ഭക്ഷണത്തെക്കാൾ കൂടുതൽ സ്വന്തം നാട്ടിലെ ഭക്ഷണമാണ്. അപ്പം അത് തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ അവരവരുടെ ജില്ലയിൽ, ഇപ്പോൾ ഏത് ജില്ലയിലും തനതായ ഭക്ഷണത്തിന് അതിൻ്റെതായ ഒരു വ്യത്യാസവും രുചിയും മേന്മയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാ ജില്ലയിലും പോയി കുടുംബമായിട്ട് പോയി സ്വന്തം കുക്ക് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ വീട്ടിൽ പോയി ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ട് ഈ ഒരു സമയത്ത് എടുക്കുന്ന, കുടുംബമായിട്ട് 14 ജില്ലകൾ പല ഭാഗങ്ങളിലേക്ക് അൺലിമിറ്റഡ് ഒരു ഡേറ്റ് പോലും റിട്ടേൺ എന്നാണ് തീരുന്നതെന്ന് പോലും ഇല്ലാത്തൊരു ഷെഡ്യൂൾ ഇല്ലാത്തൊരു യാത്രയാണ് ഇദ്ദേഹത്തിൻ്റെ ഷെഫ് ഓൺ ട്രിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും. അപ്പം ഇദ്ദേഹത്തിന് വേണ്ട നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓരോ ജില്ലയിലും പോയി എല്ലാവരും സ്വീകരിക്കുക. ഇതിൽ കൂടുതൽ വേറെ ഒന്നും കിട്ടാനില്ല. താങ്ക് യു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ രണ്ടുപേരും ഇവിടുന്ന് ഒരുപാട് സ്നേഹം അതാണ് ട്രേഡ് മാർക്ക്.